നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റി കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പേരുടെയൊക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇത് മോഡൽ. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ ഇതിലിപ്പോൾ നമ്മൾ വലിയ പ്രിൻ്റ് ഇങ്ങനെയും കൊടുത്ത് ചെറുത് ഇങ്ങനെയും കൊടുത്ത് യോക്ക് വെച്ചിട്ട് ഇങ്ങനെ 550 റുപ്പീസിനാണ് ചെയ്തത്. നമ്മൾ 3 മീറ്റേഴ്സ് മെറ്റീരിയൽ എടുത്തിട്ട് 55 ഇഞ്ച് ലെങ്ത്തിൽ ഇത് ഓൾറെഡി ചെയ്ത മുമ്പത്തെ ഒരു വീഡിയോയിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. L2 XXL സൈസ് വരെ 550 റുപ്പീസ് പെർ പീസിൽ പ്ലീറ്റഡും ചെയ്തിട്ടുണ്ട്, എലൈനും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ. അപ്പോൾ അതേപോലത്തെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൽ നൈറ്റി ആയിട്ട് ചെയ്ത് തരാൻ പറ്റുന്ന മെറ്റീരിയൽസ് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിതിൽ ഇന്ന് ഞാൻ കുറച്ചധികം ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരും ഇതേ റേറ്റിൽ. ഇനി അല്ല, ഇത് പ്ലീറ്റഡാണ് ചെയ്തത്, ഇങ്ങനെ എ ലൈനും ഉണ്ട് പ്ലീറ്റഡും ഉണ്ട്. അപ്പോൾ അതിൽ യോക്കും വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയലായിട്ട് വേണ്ടവർക്ക് അത് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതേ റേറ്റിന് നമ്മൾ ഈ L2 XXL സൈസ് വരെ 550 റുപ്പീസിന് ചെയ്ത് തരും. പിന്നെ നമ്മൾ ചിലതിന് ഹക്കോബയൊക്കെ പോലെ യോക്ക് വെച്ചിട്ട്, ഇത് ഞാൻ ജസ്റ്റ് മോഡൽ കാണിച്ചാണ്, ഇത് സെയിൽ പർപ്പസിനല്ല, ഒരു പീസേ ഉള്ളേ. അപ്പോൾ ഇതുപോലെ ഹക്കോബ യോക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ 25 സെൻറ്റിമീറ്റേഴ്സ് ഹക്കോബയുടെ റേറ്റ് എക്സ്ട്രാ വരും, ഇങ്ങനെ വരും ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പ്ലസ് ഏതൊക്കെ മെറ്റീരിയലാണോ വേണ്ടതെന്നും കൂടെ പറയുക, കൃത്യമായിട്ട് പറയണേ. പിന്നെ സൈസ് പറയണം. ആ സൈസ് നമുക്ക് അതിൽ വരുന്നത് 55 ഇഞ്ച് 55 ഇഞ്ച് നീളം. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ സൈസ് ചാർട്ട് അവർ അയച്ചു തരും. L XL XXL അതിലും പ്ലസ് സൈസ് ആണെങ്കിൽ നമുക്ക് 50 റുപ്പീസ് എക്സ്ട്രാ വരും. ഇപ്പോൾ XL 4XL അങ്ങനെ എടുത്തും. പിന്നെ 5XL 6XL വരുമ്പോഴത്തേക്കും നമ്മൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ, പ്ലസ് സൈസുള്ളവർക്കും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ് ചാർജ് എന്നുള്ള റേഞ്ചിൽ. പിന്നെ അതിൽ നോർമൽ നമുക്ക് സ്ലീവ് ലെങ്ത് വരുന്നത് 8 ഇഞ്ചാണ്. പിന്നെ അതിലും കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ പറയണം. പിന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ കൂടുന്ന അനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വരും. പിന്നെ നെക്ക് പാറ്റേൺ സ്ക്വയർ റൗണ്ട് അങ്ങനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഇത് ഒന്നിച്ച് ഇനിയിപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണം സ്റ്റിച്ചിങ്ങിനുള്ളതാണെങ്കിൽ, കാരണം ഇത് പെട്ടെന്ന് കട്ടിങ് ആക്കും കേട്ടോ. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്ന നമ്മളിവിടെ ചെയ്യുന്നതാണ്, അതിൻ്റെ റേറ്റാണ് പറഞ്ഞത് 550. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് മെറ്റീരിയൽ കാണിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം കാംബ്രിക് കോട്ടണിലാണ്. അപ്പോൾ ഇതിൽ പല ഇതുകൊണ്ട് നിങ്ങൾക്ക് കാംബ്രിക് കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് നൈറ്റിക്കും പറ്റും. അപ്പോൾ കുർത്തിയായിട്ട് ചെയ്യേണ്ടവർക്ക് കുർത്തിക്ക് യോക്കുന്നൊരു കൺസെപ്റ്റിലും കാണാൻ പറ്റും. അപ്പോൾ ഏതാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇത് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യോക്കായിട്ട് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ലേസൊക്കെ നമ്മൾ ചേർന്ന് വെച്ചിട്ട് ആ മോഡലിൽ കാണിച്ച പോലെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലേസ് വെക്കുമ്പോൾ അതിന് ചേർന്ന് ഇതിൽ മെറൂണ് ബ്ലൂ അങ്ങനെ ഇതിലും വെക്കും. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ചിലത് നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഇതേ യോക്ക് തന്നെ നമുക്ക് ഇത് നൈറ്റ് ചെയ്യുകയാണെങ്കിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ. അപ്പോൾ ഇനി ഇതുകൊണ്ട് നൈറ്റ് ചെയ്തിട്ട് ഇത് യോക്ക് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോന്ന് വേറെയും കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ 44 ഇഞ്ച് എടുത്ത് 120, ഇതിങ്ങനെ. അപ്പോൾ ഇത് ഏതാണോ നൈറ്റിക്ക് ഏതാണോ യോക്കിന് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എഴുതണം കേട്ടോ. എത്ര മീറ്റർ ആണെന്നുള്ളത് മെറ്റീരിയൽ വാങ്ങേണ്ടവരാണെങ്കിൽ എത്ര മീറ്റർ നിങ്ങൾക്ക് വേണമെന്ന്. നൈറ്റി ആണെങ്കിൽ ഈ ഇതിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് നൈറ്റിക്ക് ഇത് യോക്കിന് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് വിടുക. അപ്പോൾ ഏത് സൈസാണ് വേണ്ടതെന്ന് പറയുക. ബാക്കി ലെങ്ത്ത് കാര്യങ്ങളുള്ള ഈ ഒരേ ടൈപ്പ് ഈ 2 മോഡലിലാട്ടോ ചെയ്യുന്നുള്ളൂ. കാരണം അതാ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നടക്കുള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ നൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നു കാംബ്രിക് കോട്ടൺ 44 ഇഞ്ച് എടുത്ത് 120. അപ്പോൾ ഈ നൈറ്റിയുടെ ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടവരൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഈ ലൈൻസ് പാറ്റേണിൽ വരുന്ന ഇതും കാംബ്രിക്ക് 120. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് യോക്ക് വില വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തൊരു ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇത് നൈറ്റി വേണമെങ്കിൽ ഇങ്ങനെ, ഇത് യോക്ക് വേണമെങ്കിൽ ഇങ്ങനെ, ഇനി തിരിച്ച് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാംബ്രിക് കൊണ്ട് എന്തും ചെയ്യാവുന്നതാണ് നമുക്ക് മെറ്റീരിയൽ. ഇനി ഇതങ്ങനെ ഇത് നൈറ്റിക്ക് ഇങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. ഇനി അതിനുണ്ടോ ഈ നമ്മൾ ഈ ഹക്കോബയുടെ ഒരു യോക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഹക്കോബയുടെ യോക്ക് വെക്കുമ്പോൾ നമ്മൾ 25 സെൻറ്റിമീറ്റേഴ്സ് ഹക്കോബയുടെ റേറ്റ് എക്സ്ട്രാ വരും കേട്ടോ. ഇതുണ്ടോ ഇത് കറക്റ്റായിരിക്കും. അതിന് യോക്ക് പോലെ വെച്ച് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരുന്നു 280 റുപ്പീസ് പെർ മീറ്ററിൽ വരുന്ന ഈ ഹക്കോബ നിങ്ങൾ 1/4 മീറ്ററിൻ്റെ റേറ്റ് കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നൈറ്റ് അതുപോലെ ചെയ്ത് വെച്ച് ഇതിൻ്റെ കൂടെയും ചേരും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇങ്ങനെ വരുന്നു. കാംബ്രിക് തന്നെയാണ് എല്ലാം.
കാംബ്രിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടനാണ് വരുന്നത്. 44 ഇഞ്ച് വിടുത്ത് 120 ഇങ്ങനെ വരുന്നു. അതിന് കണ്ടോ ഇതിങ്ങനെ യോക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മൾട്ടി ലൈൻ കാന്ത 130 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇതൊരു 30 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. നൈറ്റി യോക്ക് എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി അതിന് തന്നെ ഇതും ചേരും. ഇങ്ങനെ വേണമെങ്കിൽ യോക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ ഭംഗിയില്ലേ? അപ്പോൾ ഇതിന് അങ്ങനെ മെറ്റീരിയൽ വേണ്ടവർക്ക് ഇതിങ്ങനെ എടുക്കാം. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. ഇത് ഒരുപാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊരു നൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇതാ ഇതിങ്ങനെ, ഈ കാന്ത വേറെ ഉണ്ട്, ഇത് വേണം ഇങ്ങനെ യോക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ ഇത് യോക്കിന് ഇത് ഇനി അല്ലെങ്കിൽ ബോട്ടത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. 120 റുപ്പീസ് പെർ മീറ്റർ. ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക ഇങ്ങനെ. അപ്പോൾ ഇനി അടുത്ത നൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൽ ചെയ്യാം. ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ കാണുന്ന പോലെയല്ല, ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയുണ്ടാവും ഇങ്ങനെ. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അതിന് കണ്ടോ നമ്മൾ ഈ ഗ്രീൻ കാന്ത യോക്ക് പോലെ വെച്ച് കൊടുത്താൽ ഭംഗിയുണ്ടാവും. ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇങ്ങനെ വരുന്നു. ഇതും 44 ഇഞ്ച് വീതി 120 രൂപ. അപ്പോൾ ഇതിൽ നമ്മൾ നൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു യോക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിപ്പോൾ സപ്പോസ് നിങ്ങൾ വാങ്ങി അവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിലും യോക്ക് വെക്കുമ്പോൾ ഇതിന് ഈ ഡാർക്ക് കളർ പൈപ്പിങ്ങോ ലൈസൊക്കെ വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ വയ്ക്കാം. ഇനി അല്ലെങ്കിൽ ഇതാ ഈ ഒരു കാന്ത കൊണ്ട് ഒരു കോൺട്രാസ്റ്റ് യോക്ക് ഇഷ്ടമാവുന്നവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ടോപ്പ് ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് 130 റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു. ഇത് 120 ആണ്. ഇനി ഇതിനെ തിരിച്ച് വേണമെങ്കിൽ ചെറിയ ഡിസൈൻ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇത് യോക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തത് ഇതാ ഈ കാംബ്രിക് കണ്ടോ. അപ്പം നമ്മൾ കാംബ്രിക് കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസും ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ യോക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഈ യോക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കളറിൽ വരുന്ന ഏതെങ്കിലും ഒരു കളറിൽ ലേസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് 130, ഇത് 120 അങ്ങനെ. ഇനി അടുത്തത് ഇത് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നൈറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അതിനെന്താ ഇങ്ങനെ വെച്ച് കൊടുക്കാം യോക്കായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാ ഇങ്ങനെ. ഇപ്പോൾ നൈറ്റി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കുർത്തിയായിട്ട് വേണമെങ്കിലും ചെയ്യാം. കുർത്തിക്ക് യോക്ക് പോലെ വെച്ചിട്ട് രണ്ടിനും പറ്റുന്ന മെറ്റീരിയലാണിത്. ഇങ്ങനെ നമ്മൾ ഡെയിലി യൂസിന് എപ്പോഴും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതാ ഇങ്ങനെ. അതിന് കണ്ടോ ഇങ്ങനെ ഒരു ഫ്ലൂറസൻ്റ് യെല്ലോയിൽ ഇങ്ങനെ യോക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അപ്പോൾ ഇത് മാത്രം വേണ്ട ഒരു യോക്കിന് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇത് വേണം എടുക്കാനേ 120. ഇനി അതല്ല ഇങ്ങനെ ഒരു യോക്ക വേണ്ട ഇങ്ങനെ എടുക്കാം 120. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പും ബോട്ടവും അല്ലെങ്കിൽ യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബോട്ടത്തിനൊക്കെയാണെങ്കിൽ 2 മീറ്റർ എടുക്കണേ. ഇനി ഇതാ ഈ ഒരു മെറ്റീരിയൽ ഇത് നമ്മളെ ഹാൻഡ്ലൂം വിവിങ് ബുട്ടാസ് വരുന്നതാണ്. 220 റുപ്പീസിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് മെറ്റീരിയൽ റേറ്റ് 25 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൊടുക്കേണ്ടി വരുമേ. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇപ്പോൾ യോക്കായിട്ട് വേണമെങ്കിൽ ഇത് വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് 220 റുപ്പീസ് പെർ മീറ്റർ. 44 ഇഞ്ച് എടുത്ത് 44 ഇഞ്ച് വീതി 220 രൂപ അങ്ങനെ. ഇനി അടുത്തത് ഇങ്ങനെ. അപ്പോൾ ഇതിലൊരു നൈറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കി കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അധികം താമസം വരാത്ത രീതിയിൽ. കുറേ പേർക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു, കുറേ ആ കൂട്ടത്തിൽ വേണമെന്ന് പറഞ്ഞവർക്ക്. ഇനി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ വെച്ചു. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇത് യോക്ക് കൊടുക്കാം ഇങ്ങനെ. 44 ഇഞ്ച് വീതി 120 രൂപ ഇങ്ങനെ. ഇനി അല്ലെങ്കിൽ ഇതാ ഈ ഒരു മെറ്റീരിയൽ ഇതിൽ ചെയ്യാം ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ഈ കാന്ത അതിനും ചേരും. യോക്ക് പോലെ വെച്ച് കൊടുക്കാം അങ്ങനെ. ഇനി അടുത്തത് ഡാർക്ക് കളർ ബ്ലാക്കിലൊക്കെ നൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ. ഇത് പ്ലീറ്റഡും എലൈനും രണ്ടും ചെയ്തു തരും. ഞാൻ കാണിച്ച പാറ്റേണിൽ കേട്ടോ. അതിനതാ ഇങ്ങനെ. ഇപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി അല്ലെങ്കിൽ യോക്ക് വെക്കാനായിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് മാത്രം വേണ്ടവരാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് കറക്റ്റ് എഴുതണം ഏതാണ് നൈറ്റിക്ക്, അല്ലെങ്കിൽ ഏതാണ് കുർത്തിക്ക്, ഏതാണ് ബോട്ടത്തിന്, ഏതാണ് യോക്കിന് എന്നുള്ള കൃത്യമായിട്ട് എഴുതണേ. ഇനി അടുത്തത് ഇതാ ഇങ്ങനെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അനിമൽ പ്രിൻറ്റ്സ് ഉപയോഗിക്കാത്തവർ ഇത് വാങ്ങല്ലേ കേട്ടോ. അതിൽ ബേർഡ് ഉണ്ട്, കുഞ്ഞിക്കിൽ ഇരിപ്പുണ്ട് ഈ ചില്ലയിൽ. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് അത് പറ്റില്ലല്ലോ. റിലീജിയസ് ആയിട്ട് അത് ഉപയോഗിക്കേണ്ട എന്നുള്ളവർ അങ്ങനെ എടുക്കരുത്. ഇതിങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത് കണ്ടോ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന 150 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഇത്. അപ്പോൾ ഇത് യോക്ക് പോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് കുർത്തിയായിട്ട് മനസ്സിൽ കണ്ടോളൂ, അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കിത് ഈ കാന്ത വേണ്ടവർക്ക് ഇങ്ങനെ വെക്കാം.
യെല്ലോ, ഇതും 120 ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് വേണ്ടവരാണെങ്കിൽ 120 റുപ്പീസിന് ഈ കാന്ത എടുക്കാം. ഇനി അടുത്തത് വരുന്നത് ഇത്. ഇനിയിപ്പോൾ ഇവരെ തമ്മിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ വലിയ ഡിസൈന് ഈ ചെറിയ യോക്ക് വെച്ചിട്ട്. അപ്പോൾ ഇത് യോക്കിനാ വേണ്ടെങ്കിൽ അങ്ങനെ. ഇനി ഇത് നൈറ്റിക്കാ വേണ്ടെങ്കിൽ താഴെ നൈറ്റിന്ന് എഴുതണം. എന്നിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അനിമൽ പ്രിൻറ്റ്സ് വേണ്ടവർ ഇത് വേണ്ടാന്നുള്ളവർ ഇത് ഒഴിവാക്കിയിട്ട് ഇതിൽ ചെയ്യാം, ചെറിയ ഡിസൈനിൽ. അപ്പോൾ അതിലും നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇതിൽ. അപ്പോൾ അവർ ലേസൊക്കെ വെച്ച് ചെയ്ത് തന്നോളും ഭംഗിയിൽ. മോഡൽ പറഞ്ഞാൽ മതി, ഇങ്ങനെ വരും. അതങ്ങനെ. ഇനി നമ്മൾ ഇത് ഒരു ഡാർക്ക് ഗ്രേ ആണ്, ഇങ്ങനെ 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപയുടെ. അതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ യോക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഇതെടുത്തിട്ട് ഇങ്ങനെ വേണേലും വയ്ക്കാം, ഒരു ഓപ്ഷൻ. ഇതും വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ വൈറ്റ് ലേസ് വെച്ചാലും ഭംഗി ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് മാത്രം വേണ്ടവരാണ് ഈ 120. അതങ്ങനെ കഴിഞ്ഞു. ഇനി ഇത് 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപയുടെ തന്നെ ഇത്. ഇതിൽ നൈറ്റി, ബ്ലാക്ക് ഡിസൈനിൽ നൈറ്റി. ഇതൊക്കെ സങ്കല്പിച്ച് നോക്കണം, മനസ്സിൽ ഭാവനയിൽ ഇങ്ങനെ കാണണം. ഭാവനകൾ ഉണരട്ടെ. അപ്പോൾ കണ്ടു, ഇതിന് യോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് യോക്ക് വയ്ക്കണേക്കാൾ ഭംഗി ഉണ്ടാവുക ഇത് നൈറ്റി ചെയ്തിട്ട് ഇത് യോക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു കേട്ടോ. കാരണം ഈ ഒരു ഗ്രേ വരുന്നത് കണ്ടോ അങ്ങനെ. അപ്പോൾ ഇത് നൈറ്റി, ഇത് യോക്ക്, അല്ലെങ്കിൽ ഇത് കുർത്തി, ഇത് യോക്ക്. ബോട്ടവും യോക്കും ഇതുപോലെ എടുക്കാം. നോർമൽ ചെറിയ ബോട്ടമൊക്കെ, ചെറിയൊരു യോക്കൊക്കെ വയ്ക്കാനാണെങ്കിൽ, ഇപ്പോൾ ബോട്ടം ചെയ്യുകയാണെങ്കിൽ 2 മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ തികയും കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നൈറ്റ് ചെയ്തിട്ട് ഇതുകൊണ്ട് യോക്ക്. അപ്പോൾ ഇത് 120, ഇതും 120 അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കാം. അതിന് നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലാ ചെയ്യണമെങ്കിൽ, ഇത് നൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്കിൽ യോക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ കാംബ്രിക് കോട്ടനും കൂടെ കണ്ടു പോകുന്നുണ്ട് നമ്മളറിയാതെ. ഇതിൽ എനിക്ക് നൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇത് ഒരുപാടില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, ഒരു നൈറ്റിക്കൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഇത് ചെയ്യുന്നവർക്ക് ഇത് യോക്ക് വയ്ക്കാന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് 120, ഇതും 120 അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇങ്ങനെ വരുന്നു. ഇതൊന്നും ചുറ്റിയെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, റോൾ ചെയ്യാൻ സമയം കിട്ടാത്തതാണ്. അപ്പോൾ ഇത് 44 ഇഞ്ച് എടുത്ത് 120, 120 കാംബ്രിക്ക്. അപ്പോൾ ഇത് നൈറ്റി ആയി എടുത്ത് വിചാരിക്കൂ. അപ്പോൾ യോക്കിനായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം ഇങ്ങനെ. ഇനി അല്ലെങ്കിൽ ഇത് നൈറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് യോക്ക് വയ്ക്കാം. അപ്പോൾ സെറ്റായിട്ട് കാണിക്കുമ്പോൾ ഇതാ ഇങ്ങനെ. ഇനി അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം കുർത്തി ആൻഡ് ഇതിൽ ചെയ്യാം നമുക്ക് ഇങ്ങനെ. 2 പീസൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി അടുത്തത് ഇങ്ങനെ വരുന്നു. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് കൃത്യമായി എഴുതണേ, മാറില്ലേ, അങ്ങനെ സെറ്റ് ചെയ്യാം. അതിൽ ഇനി അടുത്തത് വരുന്നു ഇങ്ങനെ ഉണ്ടോ. ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ നല്ലൊരു ഡാർക്ക് ബ്ലൂവിൽ വരുന്ന ഇതിങ്ങനെ. അതിനും യോക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ എടുത്തോളൂ യോക്ക് വയ്ക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ കൊണ്ട് ഈ ലൈൻസൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചൊരു 30 എടുത്തോളൂ. ഇവിടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാ വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൽ ആണ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ. അതിലൊരു നൈറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു ഫ്ലോറൽ കൊണ്ടൊരു യോക്ക് വെച്ച് കൊടുക്കാം. അല്ല ഇത് നൈറ്റി ചെയ്യുകയാണെങ്കിൽ ഇത് കൊണ്ടൊരു യോക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നൈറ്റി, ഇത് യോക്ക് അങ്ങനെ. ഇനി ഇങ്ങനെ വരുമ്പോൾ ഇതൊരു നൈറ്റി. അതിൽ വരുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് നമുക്ക് ഒരുപാടില്ല. അപ്പോൾ ഇത് യോക്കിന് വേണമെങ്കിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഭംഗി ഉണ്ടാവും. എന്നിട്ട് വൈറ്റ് ലേസ് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത 130 റുപ്പീസ് പെർ മീറ്റർ, 130 അങ്ങനെ. ഇനി അടുത്തത് ഇതാ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നൈറ്റി അല്ലെങ്കിൽ കുർത്തി ചെയ്യുന്നതിന് അങ്ങനെ എടുത്തിട്ട് ഇതുകൊണ്ടൊരു യോക്ക് അല്ലെങ്കിൽ ബോട്ടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ സെറ്റായിട്ട് കാണുമ്പോൾ ഇങ്ങനെ. ഇനി അടുത്തത് കണ്ടോ ഇങ്ങനെ. അതിൻ്റെ കൂടെ ഞാൻ എടുത്തേക്കുന്നത് ഈ ഹക്കോബയാണേ. ഇത് 300 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഹക്കോബ. ഇത് 30 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് യോക്ക് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ 30 സെൻറ്റിമീറ്റേഴ്സിൻ്റെ റേറ്റാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ വരുന്നു. 75 റുപ്പീസ് വരും യോക്കിന്. പക്ഷെ അത് ഭംഗി ഉണ്ടാവും ഇങ്ങനെ. ഈ ഒരു ഹക്കോബ ഇതൊരുപാടില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു ഇത്. ഇനി അടുത്തത് ഇതൊരു നൈറ്റി ഇങ്ങനെ. ഇതൊരു യോക്ക് ഇങ്ങനെ നൈറ്റി യോക്ക് ഇങ്ങനെ.
അല്ലെങ്കിൽ ഇനി ഇതിനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് യോക്ക് വയ്ക്കാം, ചെറുതും വലുതാവും. എന്നിട്ട് ഇതിന് യെല്ലോ ലേസ് വെച്ച് കൊടുത്താൽ ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഇതുകൊണ്ടൊരു നൈറ്റി, അതിനുണ്ട് ഈ പർപ്പിൾ കാന്ത കൊണ്ടൊരു യോക്ക്, അതിൽ ഇത് 120 റുപ്പീസിൻ്റെ കാന്ത, അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ 2-3 കളേഴ്സ് ഉണ്ട്, കുറച്ചൊക്കെ. ഞാനത് മാറിപ്പോയി, എല്ലാം കൂടെ കൺഫ്യൂഷൻ വരും. ഈ മെറൂണിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഗ്രീനിൻ്റെ സ്ഥാനത്ത് മെറൂൺ വന്നിട്ട് അങ്ങനെ തിരിച്ചു മറിച്ച് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ചുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു നൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ യോക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നൈറ്റ് ചെയ്യാം, ഇതിങ്ങനെ യോക്ക് വെച്ച്, അതങ്ങനെ. പിന്നെ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? ഡെനിമിൻ്റെ എല്ലാ കളക്ഷനും കാണിക്കാൻ ആവശ്യപ്പെട്ടത്. ഡെനിം നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി അത് വരുന്ന മുറയ്ക്ക് ചെയ്യാം കേട്ടോ, വീഡിയോ വരുന്ന മുറയ്ക്ക്. പിന്നെ കോഫി ബ്രൗൺ ആണ് ആവശ്യപ്പെട്ടത് ഒരാൾ, അത് വളരെ കുറച്ചേ ഉള്ളൂ കോഫി ബ്രൗൺ. ഞാൻ ഇനി അതൊന്ന് തപ്പിപ്പിടിക്കാൻ എനിക്ക് സമയം, നെക്സ്റ്റ് വീക്കിൽ എന്തായാലും നോക്കാം. അവൈലബിൾ ആയത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പരിധി നടക്കണം അതിന്, അങ്ങനെ നോക്കി നടന്നാലേ കിട്ടുള്ളൂ. കിട്ടിക്കഴിയുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ ചെയ്തു കഴിയാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളോടുകൂടി എൻ്റെ മമ്മി പോയിട്ട് 2 വർഷമായി. അപ്പം മമ്മിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നു. മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാൻ എന്നമ്മയൻ പൊന്നേ, ചാരത്തെ നവു താരട്ടെ നീയുറങ്ങാരോ, മാമൂട്ടോ നിന്നും പൊന്നേ മാറച്ചോരന്നെ ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.